അവളെ ഞാൻ ഉണ്ടല്ലോ, അവളുടെ ബർത്ത്ഡേ അന്ന് രാത്രി 12 മണിക്ക് സർപ്രൈസ് ആയിട്ട് കുറച്ച് പൂവും കേക്കും ഒക്കെ ആയിട്ട് പോയി അങ്ങ് പ്രപ്പോസ് ചെയ്താലോ? ഗംഭീരായിരിക്കും, അടിപൊളിയായിരിക്കും. എന്നാ അവളുടെ ബർത്ത്ഡേ? അവളുടെ ജൂലൈ 13. ആഹാ, ഇതേതാ മാസം? ഓഗസ്റ്റ്. ആ, ഒരു വർഷം. അവൻ ചുടുക്കത്ത ഐഡിയ. എന്റെ പൊന്നു മോനെ, നിനക്കാളെ ഇഷ്ടമെന്നുള്ള ഈ നാട്ടിൽ പണിക്ക് വരുന്ന ബംഗാളികൾക്ക് വരെ അറിയാം, അവക്കും അറിയാം. ഇനി അതൊന്ന് പോയി പറഞ്ഞാൽ മാത്രം മതി. പോയി പറയുമോ അങ്ങോട്ട്? ഇപ്പൊ സമയം എത്രയായി? 3 മണി. അവളിപ്പോ വരും. 3 മണിക്ക് പറ്റൂല. 3 മണിക്ക് എന്ത് നല്ല കാര്യം ചെയ്താലും മുങ്ങിപ്പോന്നാണ് പറയുന്നത്. ഒറ്റ അടിക്ക് കണ്ണിന് പെലമെന്റ് അടിച്ചാൻ പൊളിക്കും ഞാൻ. കുറെ നാളെ അവന്റെ വേഷം കിട്ടു തുടങ്ങിയിട്ട്. മര്യാദക്ക് ഇന്ന് പോയി പറഞ്ഞോ, അവളിപ്പോ വരും. നടക്കങ്ങോട്ട് പറയണോ? അല്ലടാ, ഞാൻ പിന്നെ ആലോചിച്ചപ്പോ ഉണ്ടല്ലോ, നിക്ക് ഇന്ന് തന്നെ പറയേണ്ട കാര്യമുണ്ടോ? ഇന്ന് പോയി പറയണോ? പോയി പറടാ. നാളെ ആയാലോ? പോടാ. അതെ, ഒരു കാര്യം പറയണ്ടായിരുന്നു. എല്ലാരും പറയുന്നു എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന്. ദേ, അവനും കൂടി പറഞ്ഞു എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന്. ഇങ്ങനെ എല്ലാരും പറയുമ്പോ ഞാൻ വിചാരിച്ചു തന്നോട് തന്നെ വന്ന് ചോദിക്കാം, എനിക്ക് തന്നെ ഇഷ്ടമാണോന്ന്. താനെന്ത് പറയുന്നു? എനിക്ക് തന്നെ ഇഷ്ടമാണോ? തനിക്കെന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കുറച്ച് കാവ്യാത്മക, പോയറ്റിക്. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഡയറക്റ്റ് വന്ന് പറഞ്ഞപ്പോഴേ എന്തിനീ വളഞ്ഞ വഴി സഞ്ചരിക്കുന്നത്? ഡയറക്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. ഇതിൽ കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് പറയാൻ എനിക്ക് അറിയില്ല. കുറെ നാളുകൊണ്ട് ഇത് പറയണമെന്ന് വിചാരിക്കായിരുന്നു, പിന്നെ ധൈര്യം ഇല്ലായിരുന്നു. ഇപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇല്ല, എന്നാലും ഇപ്പോഴെങ്കിലും പറയണ്ടേ. താനെന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ലേ? എന്നാലും എന്റെ മോനെ, അവള് നിന്നെ നോക്കി ചിരിച്ചി. എനിക്ക് ഉറപ്പാ കൂട്ടാ നിങ്ങൾ സെറ്റാവും. ഓർത്തു വെച്ചു. എടാ, നിനക്കെന്താണ് ഒരു സന്തോഷമില്ലാത്ത? ഒന്നില്ല സിഗരറ്റ്, അല്ലേ കഞ്ചാവ്. നീ വലിയ നിർത്തും. നീ വേണേ ഇതടിക്കും. മുനി, ഇത് ഐറ്റം വേറെയാ. അങ്ങ് ദേവന്മാര് മാത്രം ഉപയോഗിക്കുന്ന അമൃത എല്ലാം പറ. നിനക്കറിയും? വേണ്ട മോനെ, തൊടാൻ പറ്റാത്തത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു തരത്തിൽ പറഞ്ഞ നീ പറഞ്ഞത് കറക്റ്റാ. അന്നതൊന്നും സംഭവിച്ചില്ലായിരുന്നു. ഇന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അവളെനിക്ക് സെറ്റാവുമെന്ന് അറിയില്ല. പക്ഷെ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നേനെ. നീ ഇല്ലാതെ ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോയ നാളെ. ചിലപ്പോ നമ്മളെ കാണുന്ന ലാസ്റ്റ് ദിവസമായിരിക്കുമല്ലോ ഇന്ന്. എനിക്ക് ഭ്രാന്താന്നാ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്നത്. പക്ഷെ ഈ ഭ്രാന്ത് കാരണം നിന്നെ കാണുന്നെങ്കിൽ എനിക്ക് ആ ഭ്രാന്ത് മാറണ്ടടാ. എനിക്ക് ഭ്രാന്ത് മാറണ്ട.